സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവജനമേ, വചനം കേൾക്കുവാനും അതിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരുണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ്. അവിടുന്ന് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം. നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സമ്മതിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം. ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം. നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. സഹോദരങ്ങളെ, അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം. ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവെ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു. ഞങ്ങളിൽ വന്ന് നിറയണമേ. 148 സങ്കീർത്തനം. ആകാശവും ഭൂമിയും കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുവീൻ, ആകാശത്ത് നിന്ന് കർത്താവിനെ സ്തുതിക്കുവീൻ, ഉന്നതങ്ങളിൽ അവിടുത്തെ സ്തുതിക്കുവീൻ. കർത്താവിൻ്റെ ദൂതന്മാരെ അവിടുത്തെ സ്തുതിക്കുവീൻ, കർത്താവിൻ്റെ സൈന്യങ്ങളെ അവിടുത്തെ സ്തുതിക്കുവീൻ. സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുവീൻ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ അവിടുത്തെ സ്തുതിക്കുവീൻ. ഉന്നത വാനിടമേ കർത്താവിനെ സ്തുതിക്കുവീൻ, ആകാശത്തിനു മേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവീൻ. അവ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി. അലംഘനീയമായ അതിർത്തികൾ അവിടുന്ന് അവയ്ക്ക് നിശ്ചയിച്ചു. ഭൂമിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുവീൻ, കടലിലെ ഭീകരജീവികളെ, അഗാധങ്ങളെ കർത്താവിനെ സ്തുതിക്കുവീൻ. അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ. പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം തന്നെ. കർത്താവിനെ സ്തുതിക്കുവീൻ. ദൈവജനമേ, 148 സങ്കീർത്തനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടിജാലങ്ങളെയും തമ്പുരാനെ സ്തുതിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു വിശ്വസ്തോത്രഗീതമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ അന്തർലീനമായ സന്ദേശം ദൈവത്തിൻ്റെ മഹിമയും സർവാധിപത്യവും സകല പ്രപഞ്ചത്തിലും പ്രതിധ്വനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ആഴക്കടലുകളും പർവ്വതങ്ങളും കൂടാതെ സകല ജീവജാലങ്ങളും അവയുടെ നിലനിൽപ്പിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഓരോ സൃഷ്ടിയും അതിൻ്റേതായ രീതിയിൽ ദൈവത്തിൻ്റെ സ്തുതിഗീതത്തിൽ പങ്കുചേരുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം പുരാതന ഇസ്രായേലിലെ ആരാധനാക്രമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ സകലരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിനായി ഈ ഗീതം ഉപയോഗിച്ചിരുന്നു. രാജാക്കന്മാർ മുതൽ സാധാരണ ജനങ്ങൾ വരെയും യുവതി യുവാക്കൾ മുതൽ വൃദ്ധന്മാർ വരെയും ആരും ഈ സ്തുതിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സൃഷ്ടാവിനോടുള്ള മനുഷ്യൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ് ഈ സങ്കീർത്തനം വരച്ചു കാട്ടുന്നത്. സകല സൃഷ്ടികളോടും ചേർന്ന് ഏകസ്വരത്തിൽ ദൈവത്തെ ആരാധിക്കുക എന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യങ്ങളൊന്നാണ്. സൃഷ്ടികളെ സ്തുതി പാടുവീൻ എന്ന പാഠം പലപ്പോഴും കേട്ടിട്ടുള്ള പാട്ടാണ്. അത് ഈ സങ്കീർത്തന ഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ള മനോഹരമായ ഒരു ഗാനമാണ്. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ, മഹിമകൾ തിങ്ങും ഇഹപരമേ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. ഇന്നത്തെ നമ്മുടെ ആധുനിക ലോകത്ത് നാം പലപ്പോഴും പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ ആശ്ചര്യപ്പെടാറുണ്ടെങ്കിലും അതിൻ്റെ സൃഷ്ടാവിനെ നാം പാടെ മറന്നു പോകുന്നു. ഉദാഹരണത്തിന്, ശാസ്ത്രീയമായ വിശദീകരണങ്ങൾക്കപ്പുറം ഒരു മഴത്തുള്ളിയുടെ ഉത്ഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ തിളക്കത്തെക്കുറിച്ചോ നാം ആഴത്തിൽ ചിന്തിക്കാറില്ല. കോവിഡ് മഹാമാരി പോലുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ മാത്രമാണ്
മനുഷ്യരായ നമ്മൾ നമ്മുടെ പരിമിതികളെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ബോധവാന്മാരും ബോധവതികളും ആവുന്നത് അതും താൽക്കാലികം മാത്രം. ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കരവിരുത് കാണുവാനും അവിടുത്തെ സ്തുതിക്കുവാനും നാം തയ്യാറാകണം എന്നാണ്. Small things are beautiful in life, and therefore our life is enriched and very beautiful. But the beauty lies in the eyes of the beholder. പുതിയ നിയമത്തിൽ ഈ സ്തുതിഗീതത്തിൻ്റെ പൂർണ്ണത നാം യേശു ക്രിസ്തുവിൽ കാണുന്നു. യേശു ദൈവപുത്രനായിരുന്നിട്ടും സ്വയം എളിമപ്പെട്ട് മനുഷ്യനായി അവതരിച്ചു. അവിടുത്തെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പിതാവായ ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം അവിടുന്ന് നൽകി. അവിടുന്ന് പാപമില്ലാത്തവനായി ജീവിച്ചു. അതുവഴി സകല സൃഷ്ടികളോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ പാപത്താൽ വീണുപോയ മനുഷ്യവർഗത്തിന് വീണ്ടും വീണ്ടും അവിടുന്ന് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ നിമിഷം വരെ യേശുവിൻ്റെ ജീവിതം ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി കീഴടങ്ങിയ ഒരു സ്തുതിഗീതമായിരുന്നു. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ഈ ആഗമനം അവിടുത്തെ മഹത്വപൂർണ്ണമായ രണ്ടാം വരവിനുള്ള ഒരു മുന്നോടിയാണ്. സങ്കീർത്തനം 148 സ്തുതിഗീതം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ പൂർണ്ണമാകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു വസ്തുതയാണ്. അന്ന് സകല സൃഷ്ടികളും അവിടുത്തെ മുൻപിൽ മുട്ടുമടക്കുകയും അവിടുത്തെ നാമം ഏറ്റുപറയുകയും ചെയ്യും. അതൊരു ഭയങ്കര ദിവസമായിരിക്കും. നാം അതിന് തയ്യാറാണോ? ആ ദിവസത്തിന് വേണ്ടി നാം ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് വീണ്ടും വീണ്ടും ദൈവം പലരിലൂടെയും നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ആഹ്വാനം തന്നുകൊണ്ടിരിക്കുന്നു. നാം തയ്യാറെടുത്തുവോ? അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ രണ്ടാം വരവിനായി തയ്യാറുള്ളവരായിരിക്കണം. വിശുദ്ധിയിൽ തന്നെ നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളും നോട്ടങ്ങളും നാം കേൾക്കുന്നതും ദൈവത്തിന് മാത്രം മഹത്വം നൽകുന്നതാകട്ടെ. നമ്മുടെ ജീവിതം ഒരു നിരന്തരമായ ആരാധനയായി മാറട്ടെ. സകല സൃഷ്ടികളോടും ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തുതിഗീതം ആലപിക്കാം. ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ നമുക്ക് ലഭിച്ച ഈ ദിവസം, ഈ അവസരം പാഴാക്കരുത്. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. അവിടുന്ന് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമ്മൾ ആരംഭിച്ച 150 ദിവസത്തെ സങ്കീർത്തന ധ്യാനയാത്ര ഉടൻ പൂർണ്ണമാവുകയാണ്. പിതാവായ ദൈവം നമ്മെ ഇത് കേൾക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും തീർച്ചയായും ഉപകരിച്ചു എന്ന് എനിക്കുറപ്പുണ്ട്. കർത്താവ് പാപിയായ എനിക്ക് ഒത്തിരി പുതിയ ബോധ്യങ്ങൾ നൽകി എന്നുള്ളതിന് ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. സങ്കീർത്തന ധ്യാനത്തിൻ്റെ ദിവസേനയുള്ള ലിങ്കുകൾ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും. വീണ്ടും ഈ സങ്കീർത്തനങ്ങൾ കൂടെ വായിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള അവസരമുണ്ട് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മൾ വെളിപാട് പുസ്തകത്തിൻ്റെ വായനയും വചന വിചിന്തന ധ്യാനവും ഇത് പൂർണ്ണമാകുമ്പോൾ തന്നെ ആരംഭിക്കുന്നതാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ദൈവം നമ്മെ പരിശുദ്ധാത്മാവിൽ നിറച്ച് അവിടുത്തെ പുത്രനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ രണ്ടാം വരവിന് നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ ഒരുക്കട്ടെ. ആമേൻ.